ഹലോ ഫ്രണ്ട്സ്, ഇന്നിവിടെ ഞാൻ തയ്യാറാക്കുന്ന അടിപൊളി അവിയലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സദ്യകൾക്കൊക്കെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് അവിയൽ. അപ്പോൾ ഞാനത് തയ്യാറാക്കാണ്. അപ്പോൾ അതിന് വേണ്ട കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ഞാനിത് വെള്ളം ഒഴിച്ചിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി മറിച്ച് വെച്ചതിന് ശേഷം ആവിയിൽ വേവിക്കാനായിട്ട് വെക്കുക കേട്ടോ. അത് നമുക്ക് അപ്പോൾ അത് നന്നായിട്ട് ആവിയിലിരുന്ന് വേവട്ടെ. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ അത് ആകെ കുഴഞ്ഞു പോവും അവിയൽ. അത് കാരണം അപ്പോൾ അതിനായിട്ടുള്ള ഞാൻ അതിൽ പിന്നെ അരപ്പിന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നാളികേരം ചെരുകി വെച്ചിട്ടുണ്ട്. കുറച്ചധികം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പച്ചമുളക് പിന്നെ നമ്മുടെ പറമ്പിലത്തെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പച്ചമുളക്, ജീരകം, കറിവേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് അരയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാനായിട്ട് തൈര് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് തൈര്, ചെറിയൊരു പുളി വേണമല്ലോ, അപ്പോൾ അതിനായിട്ട് ഞാനിതിന് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ഞാൻ ജാറിലിട്ടിട്ട് ഒന്ന് കൂടുതലായിട്ട് കുഴമ്പ് പരിവായിട്ട് അരയ്ക്കണ്ട കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ ചതച്ചെടുക്കണ ഒരു പരുവം മതി. അധികം കുഴമ്പാക്കാൻ പാടില്ല, എന്നാലാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ അരയ്ക്കാനായിട്ട്. അപ്പോൾ ഇതാ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഒപ്പം തന്നെ അതിൽ ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് അതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ട കേട്ടോ. അതധികം കുഴമ്പായി അരക്കരുത് കേട്ടോ. അരച്ച് കഴിഞ്ഞാൽ അത് ഒലർന്ന് നിൽക്കില്ല അവിയൽ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനതൊന്ന് അരച്ചെടുക്കണേ. ഇതാ കണ്ട, ഈ പരുവത്തിൽ വേണം. ഇതും ചതച്ച ഒരു പരുവം വേണം. അപ്പം അതിൽ ഉള്ളി ഒന്നും കൂടി ചതയാണ്ടിട്ട്, അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഒന്നും കൂടി അത് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അരപ്പ് പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചുവന്നുള്ളിയൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ ഇത്തിരി അധികം ചുവന്നുള്ളി എടുക്കണത് എപ്പോഴും നല്ലതാണ് കേട്ടോ. ഒരു പ്രത്യേക സ്മെല്ലുണ്ടാവുക ചുവന്നുള്ളിയൊക്കെ ഇങ്ങനെ കറിയിൽ ഇങ്ങനെ വെന്തിങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാൻ തൈര് ഞാൻ അടിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അതിങ്ങനെ പിരിപിരിന്ന് എന്തോ ഒരു ഇതുമായിട്ട് ഇങ്ങനെ കെടുക്കില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഒന്ന് അടിച്ചെടുക്കണം തൈര്. അപ്പോൾ തൈര് അടിച്ചതും ഇതിലേക്ക് ചേർത്തി കൊടുക്കണം കേട്ടോ. ഈ അരപ്പും കൂടി ചേർത്തി നന്നായിട്ട് നമ്മൾ ഇളക്കി ചെറുതീയിൽ വേണം നമ്മൾ ഇനി അത് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട്. നന്നായി ഇളക്കി മറിച്ച് കൊടുക്കണം. അപ്പോൾ ഈ കഷ്ണത്തിൽ ഈ അരപ്പിൻ്റെ ആ ചുവന്നുള്ളിയുടെയും പച്ചമുളകും ഒക്കെ ചതച്ച കറിവേപ്പിൻ്റെ ഒക്കെ ഒരു പ്രത്യേക ഒരു സ്മെല്ല് ഒക്കെ ഉണ്ടാവും. കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. ആവിയിൽ ഇങ്ങനെ എന്നിട്ട് വേവിച്ച് കൊടുക്കുക. അധികം വെള്ളം ഒരിക്കലും ഈ കറിയിൽ പാടില്ല കേട്ടോ. അപ്പോൾ ഈ കറി കുഴഞ്ഞു പോവും, അപ്പം ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് വെള്ളത്തിന് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ഇളക്കി അത് ആവിമേ ചെറുതീയിൽ തന്നെ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോവും, അടി പിടിക്കും. എന്താ വെച്ചാൽ അധികം വെള്ളമില്ലാത്ത നമ്മൾ വലിച്ചെടുക്കണതാണല്ലോ. അപ്പോൾ അത് ആവിയിൽ വേവിച്ചിട്ട് ചെറുതീയിൽ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. എന്തോ ഒരു സ്മെല്ല് ചുവന്നുള്ളിയുടെയും പച്ചമുളകൊക്കെ പ്രത്യേക ഒരു സ്മെല്ല് വരും അത് കറി അപ്പോൾ നമ്മുടെ അവിയൽ ഏതാണ്ട് ഇവിടെ സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഒന്നുകൂടി ഞാൻ ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കറികളിൽ നമ്മൾ എത്രയോ കറിവേപ്പിൻ്റെ ഇല ഇട്ടാലും ഒരു പ്രത്യേക ഒരു സ്മെല്ലല്ലേ ആ കറികൾക്ക് ഉണ്ടാവുക, പ്രത്യേക ഒരു ടേസ്റ്റും കിട്ടും. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ചുകൂടി കറിവേപ്പില ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഏതാണ്ട് നമ്മുടെ അവിയൽ സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കപ്പോൾ ഇവിടെ വീട്ടിലെല്ലാവർക്കും അവിയൽ കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വെള്ളമില്ലാണ്ട് നന്നായി വലിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് നമ്മൾ തീ ഓഫാക്കിയതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തിരി അധികം വെളിച്ചെണ്ണ ഒഴിക്കാം. അത് വെളിച്ചെണ്ണ ആക്കി നമ്മൾ കൊളസ്ട്രോളിനനുസരിച്ചൊക്കെ ഒഴിച്ച് കൊടുക്കട്ടെ എല്ലാവരും. ആവശ്യത്തിന് നമ്മൾ പച്ച വെളിച്ചെണ്ണയൊക്കെ ചേർത്തി കൊടുത്തിട്ട് ആ സാധനം നന്നായി ഒന്നും കൂടി കറി ഇളക്കി കൊടുക്കുക.
അപ്പോൾ അത് നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ ഞങ്ങളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.